അപ്പോഴേക്ക് ഇച്ചായം പുറകെ പോന്നോ? ദേ ഇങ്ങനെ പേടിക്കാൻ മാത്രം എന്നതാ? ബാങ്കിലെ കാശ് ഇവിടെ ഇരിക്കുവാന്നോ? ദേ അച്ചായൻ വന്നേ, വാ. ഇരി അച്ചായ. ദേ ഇത് കഴിച്ചേ. കള്ളൻ കയറി, കള്ളൻ കള്ളൻ. അച്ചായ കറണ്ട് പോയതാ, അങ്ങ് ഇങ്ങ് നീങ്ങല്ലേ, ഞാൻ മെഴുകുതിരി കത്തിക്കാം. അച്ചായ നിക്കണേ. കൊടുക്കത്തില്ല ഞാൻ, ഒരുത്തിനും എന്റെ പ്രമാണങ്ങൾ കൊടുക്കത്തില്ല ഞാൻ. ഒറ്റ എണ്ണത്തിന് ഞാൻ ചുമ്മാ വിടത്തില്ല. എന്നതായി രുചി, കിട്ടിയോ? കിട്ടി. അയാളെ തല്ല് കുഴപ്പമായോ രുചി? കാര്യം നടന്നില്ലെന്ന് മാത്രമല്ല, ഇരുട്ടത്ത് അയാളുടെ 4-5 ഇടി എനിക്ക് കിട്ടി, അത്ര തന്നെ. എന്നതാ ശരിക്കും ഉണ്ടായത്? ഞാനും മാത്യൂസ് അച്ചാനും പ്ലാൻ ചെയ്തനുസരിച്ച് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് അകത്ത് കയറി. പക്ഷെ അങ്ങേര് ടോർച്ച് കൊണ്ടാ നടക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞോ? ഏതാണ്ട് കിടപ്പ് മുറിയുടെ അടുത്തെത്തിയതും അങ്ങേര് ടോർച്ച് കത്തിച്ചു. പിന്നെ എന്നാ പറയണ്ടേ, ഒരു ഉരുട്ടിപ്പിടുത്തവും തല്ലും ഒക്കെ കഴിഞ്ഞു. ഒരു വിധത്തിൽ ഞാൻ ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങേര് രുചിയെ ശരിക്കും കണ്ടോ? ഹേയ്, അതില്ല. എന്നെ മനസ്സിലായില്ലെന്ന് ഉറപ്പാ. ഹാവൂ, എങ്കി പേടിക്കണ്ട, ഏതെങ്കിലും കള്ളനാന്നേ വിചാരിക്കൂ. മാത്യൂസ് അച്ചാനും അതനുസരിച്ച് വല്ലതും പറഞ്ഞോളും. എന്തായാലും ആ പ്ലാൻ അങ്ങനെ അങ്ങ് പൊട്ടി. ഇല്ല, ഒരു തവണ പരാജയപ്പെട്ടു എന്ന് വെച്ച് അതോടെ പിന്തിരിയാനാണ് ഭാവം? പാടില്ല. ഇനി റിച്ചി അവിടെ പോണം. ആ പ്രമാണങ്ങൾ കൈ കിട്ടുന്നിടം വരെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അങ്ങ് തോറ്റു പിന്മാറുന്നത് ഭീരുത്വമാ. പക്ഷേ ഇനി ഇതുപോലെ മണ്ടത്തരം കാട്ടരുത്. ഫിലിപ്പോസിനെ എങ്ങനെ പറ്റിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. മോളെ, ഏട്ടനിറങ്ങാം. നീ വിഷമിക്കാതെ നോക്ക്. ഒരു കണക്കിനിപ്പോ ഇങ്ങനൊരു തലകറക്കം മീതുന് വന്നത് നന്നായി. ഈ ഒരു കാരണവും പറഞ്ഞ് നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം. അങ്ങനെ ആവുമ്പോൾ അച്ഛനൊന്നൊരു സംശയം തോന്നത്തില്ല. ഏട്ടാ, ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കിയതാ പുറത്തേക്ക് പോകണ്ടെന്ന്. അതിന്റെ പേരും പറഞ്ഞു അവൾ എന്നോട് വഴക്കിട്ടു. ഞാൻ അവൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലെന്ന്. ഈ അവസ്ഥയിൽ എങ്ങനെയാ ഏട്ടാ ഞാൻ അവളെ മനസ്സമാധാനത്തോടെ ഒറ്റയ്ക്ക് പുറത്ത് പറഞ്ഞേക്കുന്നേ? സാരമില്ല, അവള് കുട്ടിയല്ലേ. നീ അവളെ സ്വതന്ത്രയായിട്ട് വിട്ടേക്ക്. അല്ലെങ്കിൽ വാശി കയറി എന്തെങ്കിലും ചെയ്താ അത് നമ്മൾ തന്നെ കാണണ്ടേ? ഇല്ല, ഇനി ഞാനൊന്നും പറയില്ല എൻ്റെ മോളോട്. അവളുടെ ഒരു സന്തോഷത്തിനും ഞാൻ എതിരെ നിൽക്കില്ല. പുല്ലാനി വട്ടത്തിൽ എന്ന് ഭട്ടതിരി വൈദ്യരോട് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് സംസാരിക്കാം. അവിടുത്തെ പ്രിസ്ക്രിപ്ഷനും സ്കാനിങ് റിസൾട്ടും ഒക്കെ നീ തരണം. ഭട്ടതിരി ആയുർവേദവും സിദ്ധവൈദ്യവും ഒക്കെ പഠിച്ചിട്ടുള്ള ആളാ. ദൈവം ഒരു വഴി കാണിച്ചു തരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരിക്കും ഏട്ടന് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? അതോ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണോ? ചിലപ്പോ തോന്നും പോയസം കുത്തിവെച്ച് ഞങ്ങള് രണ്ടാളങ്ങ് പോയാലോന്ന്. മോളെ, നീ എന്താ പറഞ്ഞേ? നിനക്ക് ഈ ഏട്ടനോട് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നി? പാവം, നമ്മുടെ അച്ഛനെ ഓർത്തെങ്കിലും നീ സമാധാനിക്കണം. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ എന്താ നടക്കാത്തത്?
ഒക്കെ ശരിയാവും. മീതു മോൾക്ക് സുഖമാവും, എനിക്കുറപ്പാ. ശ്രമിക്കാം ഏട്ടാ. പ്രതീക്ഷയുടെ ചികിത്സയും തുടങ്ങാം. ഏട്ടനും അച്ഛനും വേണ്ടി ഒഴിഞ്ഞു വെച്ചതാ ഇനിയുള്ള എൻ്റെ ജീവിതം. പാവപ്പെട്ടവർക്ക് വേണ്ടി സൗജന്യമായി ഞാൻ ഇവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ പോവാ. അത് നല്ല കാര്യമാണ്. ദൈവാനുഗ്രഹം ഉണ്ടാവും. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ആയുസ്സും ആരോഗ്യവും തിരികെ കിട്ടിയാൽ മതി. ഞങ്ങൾക്കുള്ളതെല്ലാം പാവങ്ങൾക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാ. നിന്റെ നല്ല മനസ്സ് ദൈവം കാണും. മൃദുല മോളുടെ അസുഖമൊക്കെ മാറും, എനിക്കുറപ്പാ. അന്നമ്മച്ചി, അമ്മച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോ ദാണ്ടെ എന്റെ നെഞ്ച് കത്തുക. എന്നോടെങ്കിലും പറഞ്ഞു അമ്മച്ചിയുടെ മനസ്സിലെ സങ്കടം ഒന്ന് ഒഴിവാക്ക്. സെലീന സാറിന് എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. വലിയ സൂക്കേടാണോ അമ്മച്ചി? ഇതിപ്പരം വലിയ സൂക്കേട് ഒരു പെണ്ണിന് വേറെ എന്നതാ രാധേ വരാനുള്ളത്? ജന്മം തൊലഞ്ഞില്ലയോ? അയ്യോ, അപ്പൊ ഇനി അധികകാലം സെലീന സാറ് ജീവിച്ചിരിക്കത്തില്ലയോ? കണ്ട ഒരു സൂക്കേടും പറയത്തില്ല. എന്നാ നല്ല ശരീരവാ, അതിനകത്ത് മരണം കയറിയിരിക്കൂന്ന് ആരെങ്കിലും പറയോ ഭഗവതി? നീ എന്നതാടി പറയുന്നേ? ഇവിടെ ആരും ചാകാനൊന്നും പോന്നില്ല. അവൾ ഈ ജന്മത്തില് കൊച്ചുങ്ങളെ പറത്തില്ല. എന്റെ ഈശ്വര, ഇതായിരുന്നോ സൂക്കേട്? ഒരു പെണ്ണിന് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ സൂക്കേടല്ലയോ അത്? പെണ്ണിന്റെ ജീവിതത്തിന് പിന്നെ എന്നതാടി അർത്ഥം? കർത്താവ് പെണ്ണുങ്ങൾക്ക് ഗർഭപാത്രം കൊടുത്തിരിക്കുന്നത് കൊച്ചുങ്ങളെ പെറാനാ. അതിന് ശേഷിയില്ലാത്തവള് പിന്നെ എന്നാത്തിനാ ജീവിക്കുന്നേ? അതൊരു കണക്കിന് നേരാ. എന്നാലും ബോബൻ സാറിന്റെ ഭാര്യ ഇല്ലയോ? കുടുംബത്തിന്റെ വേരറ്റു പോകുമല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയത് അവളെ. ഇപ്പൊ അതിന്റെ ഇരട്ടി വെറുപ്പ് തോന്നുക എനിക്ക്. ഇനി എന്നാ ചെയ്യുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ബോബൻ സാറിനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ചാ പോരെ? ദേ, ഞങ്ങളുടെ തെക്കേ വീട്ടിൽ ഇതുപോലെ തന്നെയായിരുന്നു. ഒത്തിരി കാലം പ്രേമിച്ച് കല്യാണം കഴിച്ചപ്പം ഭാര്യ പ്രസവിക്കുകയല്ല. ഒടുക്കം ഭാര്യ തന്നെ സമ്മതപത്രം എഴുതി കൊടുത്ത് അയാൾ വേറെ പെണ്ണെ കെട്ടി. അതുപോലെ സെലീന സാറ് തന്നെ ഒരു പെണ്ണെ കണ്ട് ബോബൻ സാറിനോട് കെട്ടാൻ പറയട്ടെ. അപ്പൊ കുടുംബത്തിന്റെ വേറിട്ട് പോകത്തില്ലല്ലോ. എന്റെ അന്നാമ്മച്ചി, ഇതൊക്കെ നാട്ടു നടപ്പാ. എന്റെ അഭിപ്രായത്തിൽ 3ഓ 4ഓ കെട്ടാനുള്ള ആരോഗ്യം ബോബൻ സാറിനുണ്ട്. അയ്യോ, അടുപ്പത്തിരിക്കുന്ന കരിഞ്ഞെന്നാ തോന്നുന്നേ. ശ്ശോ. മമ്മി എന്താ ഇവിടെ? മമ്മിക്ക് മോളെ ഒന്ന് കാണണമെന്ന് തോന്നി. മോൾക്ക് അങ്ങനെ തോന്നത്തില്ലെന്നറിയാം. എന്താ, ഡിസ്റ്റർബൻസ് ആയോ? മമ്മിക്ക് എന്താ കുടിക്കാൻ വേണ്ടേ? ഒന്നും വേണ്ട. മമ്മിക്ക് സുഖല്ലേ? പിന്നെ സുഖം മാത്രമേ ഉള്ളൂ. നിനക്ക് സുഖമല്ലേ? അതെ. അല്ല, നിനക്ക് അത്ര സുഖമല്ലെന്ന് എനിക്കറിയാം. ചിലതൊക്കെ ഞാൻ അറിഞ്ഞു. കേട്ടപ്പോൾ മമ്മിക്ക് വല്ലാത്ത വിഷമം തോന്നി. എനിക്ക് മനസ്സിലായില്ല മമ്മി. നിന്റെ കുഞ്ഞിനെ ഒന്ന് ലാളിക്കാനുള്ള ആശ എത്ര കാലമായി കൊണ്ടു നടക്കുന്നതാ മമ്മി. പതുക്കെ പതുക്കെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ശത്രുവിന്റെ കുഞ്ഞാണെങ്കിലും എന്റെ മോള് പ്രസവിക്കുന്ന കുഞ്ഞല്ലേ, അതിനെ ലാളിക്കണം എന്നൊക്കെ. അപ്പോഴേ വാർത്ത കേൾക്കുന്നേ, നിങ്ങൾക്കിനി ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ലെന്ന്. അതിപ്പോ മെഡിക്കൽ സയൻസിന്റെ അവസാന വാക്കായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല മമ്മി. വേറെ ഏതെങ്കിലും നല്ല ഡോക്ടർമാരെ പോയി കാണുന്നുണ്ട്. ഇല്ല,
അത് മാത്രം നീ പറയരുത്. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഓമനിച്ച് വളർത്താനുള്ള നിന്റെ ആശ എത്രമാത്രം വലുതാണെന്ന് എനിക്കറിയാം. ഇന്നലെ രാത്രി നിന്റെ കാര്യോർത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്തിനാ വെറുതെ പുരുഷനല്ലാത്ത ബോബന്റെ കൂടെ താമസിക്കുന്നെ? നിന്നെ കല്യാണം കഴിക്കാൻ ഇപ്പോഴും നല്ല ചെറുപ്പക്കാർ തയ്യാറാവുമെന്ന് ജോയിച്ചാൻ പറഞ്ഞു. അത് ശരിയാണല്ലോ എന്ന് എനിക്കും തോന്നി. ചുമ്മാ ബോബന്റെ കൂടെ കൂടി ജീവിതം നശിപ്പിക്കേണ്ട കാര്യം എന്താ? മമ്മി കേട്ടതൊന്നും ശരിയല്ല. കുഴപ്പം ബോബനല്ല, എനിക്ക്. അന്ന് ആ കാട്ടിൽ വെച്ച് നടന്ന ആക്സിഡന്റും അബോഷനും ഒക്കെ കൂടി മൈ യൂട്രസ് ഈസ് ടോട്ടലി ഡാമേജ്ഡ്. പ്രഗ്നൻസി ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. പക്ഷേ അത് മമ്മി വന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ പരസ്പരം അകലാനോ ഉപേക്ഷിക്കാനോ എനിക്കോ ബോബനോ പറ്റത്തില്ല മമ്മി. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഞങ്ങൾ പിരിയില്ല. ആർക്കും ഞങ്ങളെ പിരിക്കാൻ പറ്റില്ല. അല്ല, ആരാ അത്? സുഖടക്ക് മാറിയോ? ഏയ്, എനിക്ക് അസുഖമൊന്നുമില്ല. ചിന്നുവിനെ കണ്ടില്ലേ? അവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാനങ്ങോട്ട് പോയില്ല. ഞാൻ കരുമനെ കാണാനാ വന്നത്. എന്താ കുഞ്ഞ്? അപ്പൂപ്പൻ വിളിക്കുന്ന പോലെ കരുമൻ എന്തിനാ എന്നെ കുഞ്ഞേന്ന് വിളിക്കുന്നേ? ഞാൻ പിന്നെ എന്ത് വിളിക്കാനാ? പേര് വിളിച്ചാ മതി. അല്ലെങ്കിൽ മമ്മീന്ന് ഇതിനൊക്കെ വിളിക്കുന്ന പോലെ മീതുന്ന് വിളിച്ചോ. അയ്യോ ഇല്ല കുഞ്ഞെ, അതിനുള്ള അർഹതയൊന്നും എനിക്കില്ല. യു ആർ മൈ ഗുഡ് ഫ്രണ്ട്. അപ്പൊ പേര് വിളിച്ചൂടെ? കുഞ്ഞെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് കരുമനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ എനിക്ക് പറ്റിയെന്ന് അറിയില്ല കരുമ. ആദ്യം കണ്ടപ്പോ തന്നെ യു ഇംപ്രസ് മീ ലൈക്ക് എനിത്തിങ്. യു ആർ മൈ ഹീറോ. യു ആർ സ്ട്രോങ് ആൻഡ് ബ്രേവ്. കരുമനെ എന്റെ മനസ്സിൽ നിന്ന് കളയാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ കരുമന്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ തൊട്ട് ഉറങ്ങാൻ പറ്റാതെ എനിക്ക്. സത്യമായിട്ട് എനിക്കറിയില്ല എന്റെ മനസ്സിന് എന്താ സംഭവിക്കുന്നെന്ന്. കുഞ്ഞെ, ഭ്രാന്ത് പറയരുത്. ഞാനും ചിന്നും തമ്മിലുള്ള ബന്ധം കുട്ടിക്കാലം മുതലേ ഉള്ളതാ. കുഞ്ഞു സ്വന്തം അമ്മയും അപ്പൂപ്പനെയൊക്കെ മറന്നിട്ടാ ഇങ്ങനെ പറയുന്നതും പ്രവർത്തിക്കുന്നതും. ദേ, മേൽ ഇങ്ങനൊന്നും സംസാരിക്കരുത്. സംസാരിക്കും. എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ വരും. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതൊന്നും ഇഷ്ടമല്ല. കുഞ്ഞ് നില മറന്ന് പെരുമാറരുത്. ഈ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാ വല്ലാത്തൊരു ബന്ധം തന്നെയാ. എന്താ ആന്റി പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? എന്ന് വെച്ചാ ഓരോന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോ വേറെ എന്താ ഞാൻ പറയണ്ടേ? ആന്റി എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലോ. എന്താ? എന്റെ മോളെ, കേട്ടതും കണ്ടതും ഒക്കെ സത്യം തന്നെയാണോന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. 10-12 കൊല്ലം അമേരിക്കയിലൊക്കെ വളർന്ന കുട്ടിക്ക് ഇങ്ങനെ പോഴത്തരം തോന്നൂ? മൃദുല കുഞ്ഞിന്റെ കാര്യമാണോ പറയുന്നത്? അതെ. അവൾ എന്തിനാ കൂടെ കൂടെ കാട്ടിലേക്ക് വരുന്നതെന്ന് നീ ചോദിച്ചോ? പോട്ടെ, ഇന്നിപ്പോ വന്നതിന് അവൾ എന്ത് കാരണോ നിന്നോട് പറഞ്ഞേ? ഇന്ന് വന്നോ? ഞാൻ കണ്ടില്ലല്ലോ. കൊള്ളാം. എങ്കി വന്നിട്ടുണ്ട്. മാത്രമല്ല, പുഴക്കരയിൽ നിന്ന് കരിമനോട് സംസാരിക്കുകയും ചെയ്യുന്ന കണ്ടു. കരിമനുമായിട്ടോ? എന്ത് കാര്യം? ഞാൻ പറയുമ്പോ നിനക്ക് വിഷമം തോന്നരുത്. ഇക്കാര്യത്തിൽ ആണുങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരങ്ങനെയാ. തേൻ കുടിക്കുന്ന വണ്ടിനെ പോലെ മാറി മാറി പോവും. അതിന്റെ കാര്യം പറ. മൃദുലയ്ക്ക് കരിമനോട് പ്രേമം. സത്യം മോളെ, ആന്റി നിന്നോട് കള്ളം പറയൂ? മനസ്സിൽ നിന്ന് കളയാൻ പറ്റണില്ല, ഉറങ്ങാൻ പറ്റണില്ല എന്നൊക്കെ പറയണത് ആന്റി സ്വന്തം ചെവിയോണ്ട് കേട്ടതാ. ഒരാപത്തിൽ നിന്ന് കരിമൻ രക്ഷിച്ചതിന്റെ സ്നേഹവും കടപ്പാടും ആരാധനയായി അത്രേ ഉണ്ടാവൂ. ഇനിയിപ്പോ ആ കുട്ടിക്ക് അങ്ങനെ തോന്നിയാലും കരിമൻ അങ്ങനെ ഒരു ചിന്ത ഈ ജന്മത്തുണ്ടാവില്ല, അത് ഉറപ്പാ. ശരിയപ്പാ, ഞാൻ പറയേണ്ടത് പറഞ്ഞു, അത്ര തന്നെ. എന്നാലും ചിന്നു, നീ ഒരു പാവ. തൻ്റെയുടെ വാക്സാമർത്ഥ്യം ഒക്കെ നിനക്കുണ്ട്. പക്ഷേ കള്ളം കണ്ടാ തിരിച്ചറിയാൻ നിനക്ക് പറ്റില്ല.
എനിക്ക് പറ്റും. അതുകൊണ്ട് പറയൂ. കണ്ണടച്ച് ആണുങ്ങളെ വിശ്വസിക്കണ്ട. ഇനി ആണുങ്ങൾ ഒഴിവാക്കി പോയാലും വഴിമുടക്കികളായി ചില പെണ്ണുങ്ങൾ ഒരുമ്പിട്ടിറങ്ങും. കരിമം കുഴപ്പക്കാരനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അമേരിക്കയിൽ വളർന്ന ആ പെണ്ണ് അവൾ ഇത്തിരി കുഴപ്പക്കാരിയാ.